ഇറാനെ ആക്രമിക്കാനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക പിന്മാറിയത് ഇസ്രയേലിന്റെയും അറബ് രാജ്യങ്ങളുടെയും അഭ്യർത്ഥനയെ തുടർന്നെന്ന് റിപ്പോർട്ട്. കടുത്ത നിലപാട് തൽക്കാലത്തേക്ക് മാറ്റിവെക്കണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടു. ഇറാനിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ ഇന്നുണ്ടാകും. ആഭ്യന്തര സംഘർഷം രൂക്ഷമായിരുന്ന ഇറാനിൽ ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്ന അഭ്യൂഹം പശ്ചിമേഷ്യയെ ആശങ്കയിലാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കടുത്ത നിലപാടിൽ നിന്ന് അമേരിക്ക പിന്മാറി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും വൈസ് പ്രസിഡന്റ് JD വാൻസിനോടും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെന്നാണ് റിപ്പോർട്ട്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ മാറ്റിവെക്കണമെന്നായിരുന്നു ആവശ്യം. സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത്, ഒമാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളും ആക്രമണം വേണ്ടെന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടു. അതിനിടെ ട്രംപിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഇറാൻ 800 വധശിക്ഷകൾ നിർത്തിവെച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. കഴിഞ്ഞ 2 ദിവസമായി ഇറാനിലെ ആഭ്യന്തര സംഘർഷത്തിന് നേരിയ അയവുണ്ട്. പല പ്രവിശ്യകളിലും പ്രക്ഷോഭം അടിച്ചമർത്തിയെന്നാണ് വിവരം. ഇറാനിൽ നിന്ന് ഇന്ത്യൻ പൌരന്മാരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ ഇന്നുണ്ടായേക്കും. 10,000-ത്തിലധികം ഇന്ത്യൻ പൌരന്മാരാണ് ഇറാനിലുള്ളത്. ഇസ്രയേലിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ടെല്ലവീവിലെ ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.